എല്ലാവർക്കും നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് ഖാദി ബോർഡിന്റെ മെയിൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ 10 മലയാളം ചോദ്യങ്ങളുടെ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴക്കെടുതി മൂലം ഒരുപാട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അവർക്കായി PSC എന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിലുടനീളം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴക്കെടുതിയിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ കൂടി ശ്രമിക്കേണ്ടതാണ്. അപ്പൊ വരൂ നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. പിരിച്ചെഴുതുക എന്ന വിഭാഗത്തിൽ നിന്നാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. വെൺതിങ്കൾ എന്നത് എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. പിരിച്ചെഴുത്ത് എന്ന വിഭാഗമാണ്. വെൺതിങ്കൾ എന്നത് എങ്ങനെ പിരിച്ചെഴുതാം? ഓപ്ഷൻ എ വെൺ അധികം തിങ്കൾ, വെണ്മ അധികം തിങ്കൾ, വെൾ അധികം തിങ്കൾ, വെണ്ണ് അധികം തിങ്കൾ. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഉത്തരം പറഞ്ഞോളൂ. ഏതാണ് വരിക? വെൺതിങ്കൾ എന്നത് പിരിക്കുമ്പോ വെൾ അധികം തിങ്കളാണ് കേട്ടോ. വെൾ അധികം തിങ്കളാണ് കൂടിച്ചേർന്ന് വെൺതിങ്കൾ ആയി മാറുന്നത്. വെൺതിങ്കൾ ആയി മാറുന്നത്. എന്ത് മാറ്റം വന്നു എന്ന് ചോദിച്ചാൽ, കൂടിച്ചേരുന്നതിന് മുമ്പ് എൾ എന്നൊരു ചില്ലായിരുന്നു. കൂടിച്ചേർന്നപ്പോൾ അതിന് പകരം എൺ എന്നൊരു ചില്ല് വന്നു. അതായത് എൾ എന്നത് പോയിട്ട് പകരം എൺ എന്നൊരു ചില്ല് വന്നു ചേരുകയാണ് ചെയ്തത്. ഒന്ന് പോയി മറ്റൊന്ന് വന്നാൽ അത് എന്ത് സന്ധി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അത് ആദേശസന്ധിയാണ്. ആദേശസന്ധി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തേത് ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. വിണ്ടലം, തീക്കാറ്റ്, തിരുവാതിര, തണുപ്പുണ്ട്. ഇതെല്ലാം PSCയുടെ സ്ഥിരം ഓപ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നെടുത്ത് ചെയ്തു നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ വിണ്ടലമാണ്. വിണ്ടലം എന്നത് നമുക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്ന് ചോദിച്ചാൽ വിൺ അധികം തലമാണ്. വിൺ അധികം തലമാണ് കൂടിച്ചേരുമ്പോ വിണ്ടലമായി മാറുന്നത്. ഒന്നിവിടെ ശ്രദ്ധിക്കണം. വിൺ എന്തെന്നാ നമ്മൾ പറഞ്ഞത്? ണ്ടലം എന്നാണ്. ണ്ട എന്ന് വെച്ചാൽ എന്താണ്? എൺ പ്ലസ് ഡായാണ്. വിൺ പ്ലസ് ഡലം എന്നതാണ്. അങ്ങനെ അത് കൂടിയിട്ട് വിണ്ടലം എന്നായി മാറുന്നു. ഈ ഡ എന്ന ശബ്ദം സ്ലോവിൽ പറയുമ്പോ ണ്ട ണ്ട. അപ്പൊ നമുക്ക് മനസ്സിലാവും എണ്ണിന്റെ ഒപ്പം ഡ എന്ന അക്ഷരം വന്നു ചേർന്നു. അതായത് ത എന്നുള്ള അക്ഷരം പോയി പകരം ഡ എന്നുള്ള ഒരു അക്ഷരം വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിണ്ടലം എന്ന വാക്ക് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണ്. അത് തീക്കാറ്റാണ് അല്ലെ. തീക്കാറ്റ് നമുക്ക് എങ്ങനെയാ പിരിച്ചെഴുതാ? തീ അധികം കാറ്റാണ് കൂട്ടിച്ചേർക്കുമ്പോ തീക്കാറ്റായി മാറുന്നത്. അതായത് ഈ ക എന്ന വർണ്ണം കൂടിച്ചേരുമ്പോ ഇരട്ടിക്കുകയാണ്. ഇരട്ടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്തിന് ഉദാഹരണമാണ്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തേത് PSC തന്നിരിക്കുന്നത് തിരുവാതിരയാണ്. തിരുവാതിര അത് നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കാം. എങ്ങനെയാ അത് എഴുതുക? തിരു അധികം ആതിരയാണ് അല്ലെ മക്കളെ. തിരു അധികം ആതിരയാണ് കൂടിച്ചേരുമ്പോ തിരുവാതിര എന്നായി മാറുന്നത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം ഇവിടെ എങ്ങും ഇല്ലാത്ത പുതിയൊരു വർണ്ണം കൂട്ടിച്ചേർത്തപ്പോ നമുക്ക് കിട്ടി. അതേതാണ്? വ് എന്ന വർണ്ണമാണ്. പകരം ഒന്നും പോയിട്ടില്ല. ഈ ആ എന്നുള്ള ശബ്ദം ഇവിടെ ദീർഘമായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത്? വി എന്ന വർണ്ണം വന്നു ചേരുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. തിരുവാതിര, തിരുവോണം, വാഴയില ഇതൊക്കെയാണ് PSC ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് എപ്പോഴും നൽകാറുള്ളത്. ഇനി നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് അവർ തന്നിരിക്കുന്നത് തണുപ്പുണ്ട് എന്നതാണ്. അതെങ്ങനെയാ നമുക്ക് പിരിച്ചെഴുതാ? തണുപ്പ് അധികം ഉണ്ട് എന്നാണ് അല്ലെ. തണുപ്പ് അധികം ഉണ്ട് ആണ് കൂട്ടിച്ചേർക്കുമ്പോ തണുപ്പുണ്ട് എന്നായി മാറുന്നത്. എന്ത് മാറ്റം വന്നു? നമുക്കൊന്ന് നോക്കാം എന്ത് മാറ്റമാണ് വന്നത്. നോക്കൂ, ഇവിടെ ഉണ്ട് എന്നുള്ള ശബ്ദം ഇവിടെ ഈ ചിഹ്നം അതായത് വിവൃതോകാരം അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട് എന്നത്. തണുപ്പ് എന്നതിന് പകരം ഇവിടെ എന്താണുള്ളത്? തണുപ്പ അല്ലെ. തണുപ്പ എന്നാണ്. എന്തോ ഒന്ന് കാണാണ്ടായിട്ടുണ്ട്. അതെന്താണ്? സംവൃതോകാരമാണ് അല്ലെ. സംവൃതോകാരമാണ് കാണാതായിരിക്കുന്നത്. ലോപിച്ചു പോവാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തണുപ്പുണ്ട് എന്നത്
ലോപസന്ധിക്ക് ഉദാഹരണമാണ് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണോ? ശരി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തദ്ധിതത്തിന് ഉദാഹരണം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ചില കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ വന്നതാണ്. തദ്ധിതം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ പദങ്ങൾക്ക് മാത്രമേ നമ്മൾ എന്തെന്ന് പറയുള്ളൂ? തദ്ധിതം എന്ന് പറയുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ഒന്ന് ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഡി വെണ്മ എന്നാണ്. വെണ്മ. ഈ വെണ്മ എന്ന പദം വെളുപ്പ് എന്ന നാമവിശേഷണത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. വെളുപ്പ് എന്ന നാമവിശേഷണത്തിൽ നിന്നാണ് വെണ്മ എന്ന പുതിയൊരു പദം ഉണ്ടായത്. അതുകൊണ്ട് വെണ്മ എന്നതാണ് തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്നത്. മനസ്സിലായോ? ഇനി തദ്ധിതത്തിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ആദ്യ വിഭാഗമായ തന്മാത്രാ തദ്ധിതമാണ്. ഒരു വസ്തുവിന്റെയോ വ്യക്തിന്റെയോ ഒക്കെ ഒരു ഗുണത്തെ മാത്രം എടുത്തു പറയുമ്പോഴാണ് നമ്മൾ തന്മാത്രാ തദ്ധിതം ഉപയോഗിക്കുക. അതിന് വരാവുന്നത് മ ആയ്മ, തം, തരം, തനം. ഇനിയിപ്പോ സംസ്കൃത പദങ്ങളാണെങ്കിൽ ത്വം എന്നതും കൂടിച്ചേർന്ന് വരാം. ഇതൊക്കെ ചേർന്ന് വരുന്ന പദങ്ങള് തന്മാത്രാ തദ്ധിതത്തിലാണ് പെടുക എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇവിടെ ഉദാഹരണങ്ങളിൽ എല്ലാം മ എന്നതിലാണ് അവസാനിക്കുന്നത്. പക്ഷെ നമ്മളുടെ നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ നാമരൂപമാണ് തദ്ധിതം എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി വെണ്മ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത് 94ാമത്തെ ചോദ്യമാണ്. അത് വിപരീതം എന്ന വിഭാഗത്തിൽ നിന്നാണ് വന്നത്. അഗ്രജൻ എന്നതിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. അഭിജ്ഞൻ, അവരജൻ, ആശ്രിതൻ, അഗ്രഗണ്യൻ. നമുക്കറിയാം അഗ്രജനും അവരജനും ചേട്ടനും അനിയനും എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ്. അഗ്രജന്റെ വിപരീതമായി വരുന്നത് അവരജനാണ്. ജ്യേഷ്ഠനാണെങ്കിൽ നമ്മൾ പറയും കനിഷ്ഠൻ എന്ന് പറയും അല്ലെ. ജ്യേഷ്ഠനാണെങ്കിൽ നമ്മൾ കനിഷ്ഠൻ എന്ന് പറയും. അഗ്രജനാണെങ്കിൽ നമ്മൾ പറയും അവരജൻ എന്ന് പറയും. അപ്പൊ സരളം എന്ന പദത്തിന്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒട്ടുമിക്ക കുട്ടികളും പെട്ടെന്ന് തന്നെ വിരളം എന്ന് ഉത്തരം പറഞ്ഞു കാണാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. സരളത്തിന്റെ വിപരീതം പ്രൗഢമാണ് എന്നാലോചിക്കണം. സരളത്തിന്റെ വിപരീതം പ്രൗഢമാണ്. വിരളത്തിന്റെ വിപരീതമായി വരുന്നത് ബഹുലമാണ്. അധികം. വിരളം എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. ബഹുലമാണെങ്കിൽ അധികം, ആധിക്യം എന്നുള്ള അർത്ഥത്തിലാണ്. ക്ലിയർ ആണല്ലോ? ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ജലത്തിന്റെ പര്യായ പദം അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് നമുക്ക് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. അമൃതം, സലിലം, വാരി, നളിനം. ഏതാണ്? അമൃതം ജലമാണ്, സലിലം ജലമാണ്, വാരി ജലമാണ്. നളിനത്തിന് ജലം എന്നൊരു അർത്ഥമുണ്ടെങ്കിലും അധികവും നമ്മൾ ഉപയോഗിക്കുന്നത് താമര എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. നളിനം എന്നത് ജലത്തിന്റെ പര്യായമല്ലാത്തത്. നളിനം താമര എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നളിനി എന്താണ്? നളിനം താമരയാണെങ്കിൽ നളിനി എന്നത് താമര പൊയ്കയാണ് ട്ടോ. നളിനി എന്നത് താമര പൊയ്കയാണ് എന്നോർത്തിരിക്കണം. സ്വാപതേയ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് SCERT അതിന്റെ അർത്ഥം ധനം എന്നാണ് എന്നോർക്കണം. സ്വാപതേയ ധനമാണ് എന്നോർക്കണം. അടുത്തത് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്ത് എന്നതാണ്. ശൈലി എന്ന വിഭാഗത്തിൽ നിന്നാണ്. നമ്മൾ പറയൂ അല്ലെ, ഒരാളിങ്ങനെ ഒരുങ്ങി വരുമ്പോ നമ്മൾ പറയും ആകപ്പാട് ഒരു ആനച്ചന്തമുണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ. ആകപ്പാട് ഒരു ആനച്ചന്തമുണ്ട് എന്ന് നമ്മൾ പറയും. അത് ആനയുടെ ചന്തമാണോ, വൈരൂപ്യം തോന്നിക്കുന്നതാണോ, അകപ്പാടെ ഉള്ള ഭംഗിയാണോ, ആനയുടെ നടത്തമാണോ എന്നതാണ് ചോദ്യം. നമുക്കറിയാം ആനച്ചന്തം എന്നതാണെങ്കിൽ ആകപ്പാടെയുള്ള ഭംഗിക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? ആനച്ചന്തം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർക്കണേ.
താഴെ പറയുന്നവയിൽ ശരിയായ പദം എടുത്തെഴുതുക എന്നതാണ് അടുത്ത ചോദ്യം. ശരിയായ പദമാണ് ചൂടാമണി എന്ന് 4 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് SCERT വാക്കാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് SCERTയിൽ നിന്ന് അശ്വത്ഥാമാവ് വന്നു. അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാല് അത് ദ്രൗണിയാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഈ ദ്രൗണിയുടെ അല്ലെങ്കിൽ അശ്വത്ഥാമാവിന്റെ തലയിലുള്ള രത്നമാണ് ചൂടാമണി. അതുകൊണ്ട് ഈ പാഠത്തിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിലുള്ള പദങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. PSC ആ ചാപ്റ്റർ അങ്ങനെ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൽ ഓപ്ഷൻ എ ചൂടാമണി എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ശരിയായ പദം ചൂടാമണി എന്നതാണ്. SCERT 10ാം ക്ലാസ്സിലെ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗമാണ്. എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ ട്ടോ. നമ്മൾ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിലും LDര 3 റയർ ക്വസ്റ്റ്യൻസ് വന്ന സോഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അശ്വത്ഥാമാവിന്റെ തലയിലുള്ള ചൂടാമണി രത്നത്തെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണേ. അമ്മ മലയാളം എന്ന ചാനലിലുണ്ട്. അത് കൂടാതെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ PDF അമ്മ മലയാളം എന്ന പേരിൽ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പൊ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളുടെ PDF നിങ്ങൾക്ക് അമ്മ മലയാളം ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. അതിൽ അംഗങ്ങളല്ലാത്തവർ അതിലും കൂടെ അംഗങ്ങളാവണം കേട്ടോ. ശരി, അടുത്തത് താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എന്ത് എന്നതാണ്. പരിഭാഷയാണ്, ശൈലിയുടെ വിവർത്തനമാണ്. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്നതാണ് ചോദ്യം. എണ്ണ ഒഴിച്ച് തീ കെടുത്തുക, എണ്ണ ഒഴിച്ച് തീ കത്തിക്കുക, തീയിൽ എണ്ണയൊഴിക്കുക, തീ കത്തിക്കാൻ എണ്ണ വേണം. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീയിൽ എണ്ണ ഒഴിക്കുകയാണ് അല്ലെ. എവിടെയെങ്കിലും രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും സ്പർദ്ധയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മൂന്നാമൻ വന്നിട്ട് ഇവരുടെ ഇടയിൽ കിടന്ന് കളിച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. അതായത് സന്ദർഭം കുറച്ചും കൂടെ വഷളാക്കുക എന്നതാണ് തീയിൽ എണ്ണയൊഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 99ാമത്തെ ചോദ്യമാണ് കവിയുടെ സ്ത്രീലിംഗ പദം ഏത്. കഴിഞ്ഞ ഈ തൊട്ട് തലേ ദിവസത്തെ LD പരീക്ഷയിൽ പദശുദ്ധിയിൽ വന്നിരുന്നതാണ് കവയിത്രി എന്നത്. ഇത്തവണ കവിയുടെ സ്ത്രീലിംഗ രൂപം ഏത് എന്നതായിരുന്നു ചോദ്യം. ഇതും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. കവിയുടെ സ്ത്രീലിംഗ പദം എന്നത് കവയിത്രിയാണ്. അവസാന ഭാഗത്ത് മാത്രം 2 വള്ളി വരുന്നതാണ്. അത് ഓപ്ഷൻ എ കവയിത്രിയാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം. അടുത്തത് ഒറ്റപ്പദമാണ്. ഒറ്റപ്പദം വർഷം തോറും എന്നതിന്റെ ഒറ്റപ്പദം ഏത് എന്നതാണ്. ഓപ്ഷൻ എ പ്രതിദിനമാണ്. അത് ദിനം തോറുമാണ് അല്ലെ. പിന്നെ പ്രതികർഷം, പ്രതിക്രമം, പ്രതിവർഷം. ഇതിലേതാണ് വർഷം തോറും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിവർഷമാണ്. അപ്പൊ പ്രതികടം എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, പ്രതികടം. ചോദ്യത്തിനുള്ള മറുചോദ്യമാണ് ട്ടോ. ചോദ്യത്തിനുള്ള മറുചോദ്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്രതികടം എന്ന് പറയാ. അതൊന്ന് ഓർത്ത് വെക്കണം. ശരി, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. നല്ലൊരു എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു. എല്ലാവർക്കും മുഴുവൻ മാർക്കും ഇതിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഇല്ലാത്തവര് ഇനി വരുന്ന LDയുടെ മറ്റു ജില്ലക്കാര് എല്ലാ വിഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. SCERTക്ക് കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം റാങ്ക് മേക്കിംഗ് പോലത്തെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ യുദ്ധത്തിന്റെ പരിണാമം ചാപ്റ്ററിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭാരത പര്യടനത്തിൽ നിന്നെടുത്തതാണ്. ഭാരത പര്യടനം ആരുടേതാണെന്ന് ചോദിച്ചാല് കുട്ടിക്കൃഷ്ണമാരാരുടേതാണ്. ഇതിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ കഴിഞ്ഞ യൂട്യൂബ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ നിന്ന് അശ്വത്ഥാമാവ് അതായത് ദ്രൗണി ആര് എന്ന പേരിൽ ഓൾറെഡി ചോദിച്ചിരുന്നു. ചൂടാമണി പദശുദ്ധിയിൽ ഇന്നത്തെ പരീക്ഷയിൽ ചോദിച്ചിരുന്നു. ഭാഗീരഥി കച്ചം വിഗ്രഹിക്കാൻ പറഞ്ഞു ചോദിച്ചിരുന്നു. അത് ഭാഗീരഥിയുടെ കച്ചമാണ്. ഇനിയിപ്പോ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ ഗംഗാ തീരം എന്നാണ് അർത്ഥം. അടുത്തത് സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റപ്പദം ചോദിച്ചിരുന്നു. അതെന്താന്ന് ചോദിച്ചാല് സ്വന്തം അഭിപ്രായത്തിലുള്ള വിശ്വാസമാണ്. സ്വന്തം അഭിപ്രായത്തിൽ ഉള്ള വിശ്വാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയാട്ടോ. ഇനി ചിലപ്പോ ചോദിച്ചേക്കാവുന്ന ഒരു വാക്ക് ഇതാണ്, കൃപർ എന്നത് ഏത് ബഹുവചനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചേക്കാം. കൃപർ എന്നത് ഒരു വ്യക്തിയാണ്, ബഹുമാനാർത്ഥം നമ്മൾ വിളിക്കുന്നതാണ്. അതുകൊണ്ട് കൃപർ എന്നത് ഏതിൽ പെടുന്നു ചോദിച്ചാൽ നമ്മൾ പറയണം അത് പൂജക ബഹുവചനത്തിലാണ്. ഇനിയിപ്പോ ഇത് ചോദിച്ചേക്കാം എന്നതാണ്. ഇതെല്ലാം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്.
നോക്കൂ, ഈ ദ്രൗണി ചോദ്യം വന്ന ഭാഗം കാണിക്കുന്നതാണ്. ദ്രൗണി നമുക്കറിയാം അശ്വത്ഥാമാവാണ്. നോക്കൂ, അയാൾ പാണ്ഡവർക്ക് ചൂടാമണി കൊടുത്തു എന്നതാണ്. ഇത് രണ്ടും ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അതായത് അശ്വത്ഥാമാവ് പാണ്ഡവരെ ഒക്കെ കൊന്നു കഴിഞ്ഞപ്പോ, പഞ്ചപാണ്ഡവർ ഒഴികെ ബാക്കി എല്ലാവരെയും കൊന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ദ്രൗപദിയുടെ നിർദ്ദേശപ്രകാരം ഭീമൻ പോണതാണ് അശ്വത്ഥാമാവിന്റെ തലയിലെ ചൂടാമണി എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥാസന്ദർഭമാണ്. അവിടെ ചൂടാമണി എന്ന വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൽ നിന്നാണ് PSC എടുത്തിട്ട് പദശുദ്ധിക്കായിട്ട് അതിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അശ്വത്ഥാമാവ് ചിലപ്പോ ഇനി വീണ്ടും ചോദിച്ചേക്കാം. എന്തില്? പദശുദ്ധിയിൽ വീണ്ടും ചോദിച്ചേക്കാം. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊന്ന് നോക്കി വെക്കണം. ഭാഗീരഥി കച്ചം, ഭാഗീരഥിയുടെ കച്ചം എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചിലപ്പോ ഇത് ചോദിച്ചേക്കാം, കൃഷ്ണദ്വൈപായനൻ ഇതാരാണ് എന്ന് ചോദിച്ചേക്കാം. അത് വ്യാസനാണ് കേട്ടോ. വ്യാസനെയാണ് കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം. അതുപോലെ കുശചീരങ്ങൾ എന്താണെന്ന് ചോദിച്ചേക്കാം. അത് ദർഭയും മരവുരിയും ആണെന്ന് അറിഞ്ഞിരിക്കണം. കുശചീരങ്ങൾ എന്നാൽ ദർഭയും മരവുരിയുമാണ് എന്നറിഞ്ഞിരിക്കണം. അതുപോലെ കൃഷ്ണദ്വൈപായനൻ എന്ന് വെച്ചാൽ അത് വ്യാസനെയാണ് സൂചിപ്പിക്കുന്നത്, വ്യാസനെ. ഇനി അതിൽ നിന്ന് 4 വിഗ്രഹിക്കല്, ഘടകപദങ്ങൾ ആക്കല് 4 അവർ ഓൾറെഡി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഭാഗീരഥി കച്ചം, ഭാഗീരഥിയുടെ കച്ചമാണ്. ഇത് ഏത് തൽപുരുഷനിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഉഡേ എന്ന പദം വന്നതുകൊണ്ട് ഡേയും ഉഡേയും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സംബന്ധികയാണ്. സംബന്ധിക തൽപുരുഷനാണ് എന്നോർക്കണം. രണ്ടാമത്തേത് ഗജാശ്വരഥങ്ങളാണ്. അതെങ്ങനെ വിഗ്രഹിക്കാം എന്ന് വെച്ചാൽ ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും എന്നതാണ് കേട്ടോ. ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും എന്നതാണ്. മൂന്നാമത്തേത് യഥേഷ്ടം എന്ന വാക്കാണ്. അത് നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? ഇഷ്ടം പോലെ എന്ന് വിഗ്രഹിക്കാം. ഇവിടെ ഇഷ്ടം എന്നുള്ളത് 2ാം പദമായിരുന്നു. ഇവിടെ ഇഷ്ടം എന്നുള്ളത് 1ാം പദമാണ്. തിരിഞ്ഞു വന്നു. അതുകൊണ്ട് ഇത് ഏത് സമാസമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് അവ്യയീഭാവനാണ് എന്ന് പറയും. നാലാമത്തേത് മുകിൽ വർണ്ണനാണ്. മുകിൽ വർണ്ണൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാ വരുന്നത്? ഓടക്കുഴലൊക്കെ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ശ്രീകൃഷ്ണന്റെ രൂപമാണ് അല്ലെ വരുന്നത്. മുകിൽ വർണ്ണൻ എന്ന് പറയുമ്പോൾ അന്യപദത്തിനാണ് പ്രാധാന്യം. മറ്റൊരാളെയാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ അത്തരം സമാസങ്ങളൊക്കെ ബഹുവ്രീഹി സമാസത്തിലാണ് പെടുക. അന്യപദത്തിന് പ്രാധാന്യം. മുകിൽ വർണ്ണനെ നമ്മൾ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? മുകിലിന്റെ വർണ്ണത്തോട് കൂടിയവൻ ആരോ അവൻ എന്നാണ് നമ്മൾ വിഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ശ്രീകൃഷ്ണന്റെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത്. അങ്ങനെ അന്യപദത്തിന് പ്രാധാന്യം വരുന്നത് കൊണ്ട് അത് ബഹുവ്രീഹി സമാസത്തിലാണ് പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. കഴിഞ്ഞ ക്ലാസ് കാണാത്തവര് നമ്മുടെ ചാനലിൽ പോയിട്ട് ക്ലാസ് കാണണം. അതുപോലെ തന്നെ PDF അമ്മ മലയാളം എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PDFകളൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.